വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നല്ലേ, അപ്പൊ നമ്മുടെയൊക്കെ മിക്കവരുടെ ഒരു പ്രശ്നമാണ് തലയിലെ താരം വന്നോ മുടി പോയി പിന്നെ നോക്കിയേ വേണ്ടെന്ന് പറയും അല്ലെ. കാരണം പിന്നെ മുടി കൊഴിച്ചൽ തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ താരനെ വേരോടെ അങ്ങോട്ട് പിഴുതെറിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിന് പറ്റിയ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ താരൻ ഓടിപ്പോവും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മതി. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ മുരിങ്ങയിലയും പിന്നെ കുറച്ച് ഉലുവയും പിന്നെ നമ്മുടെ കറ്റാർവാഴയിലേ, അതും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നല്ല കിഡിലൊരു ഹെയർ പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഇല. അപ്പോൾ ഒരു 3-4 തണ്ട് ഞാൻ പറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ളത് നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പഴുത്തലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക, അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം നമ്മുടെ കറ്റാർവാഴ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒരു കഷ്ണം അങ്ങ് മുറിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഉലുവ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ അങ്ങ് കുതിർക്കാനിടാം. രാത്രി ഇട്ടാൽ മതി. അപ്പോൾ രാവിലെ നമുക്ക് ഈ സംഭവം കരച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം കളയൊന്നും വേണ്ട, ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇലയൊക്കെ ഉതിർത്ത് ഇതിങ്ങനെ അങ്ങ് എടുക്കാം. അപ്പോൾ തണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയ ചെറിയ തണ്ടുകളൊന്നും കളയേണ്ട, വലുതായിട്ടുള്ളതില്ലേ അത് മാത്രം അങ്ങ് കളഞ്ഞാൽ മതി. ഒക്കെ നമ്മൾ അരയ്ക്കാൻ പോകുന്നതാണല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയും അതേപോലെ ഉലുവയും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കറ്റാർവാഴയെ നമ്മളിപ്പോൾ തൊടുന്നില്ല, അതിന് ശേഷമാണ് നമുക്ക് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഇതിനൊന്ന് അരച്ചങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉലുവയുടെ വെള്ളം കളയണ്ടാന്ന്. അപ്പോൾ ഉലുവ നമ്മൾ കുതിർത്താനിടുന്ന ആ വെള്ളവും കൂടി അതിലും ഉണ്ടാവും ഒത്തിരി ഗുണങ്ങളുണ്ട്. ഉലുവ തന്നെ സൂപ്പറാണല്ലോ നമുക്ക് മുടിക്കൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ വെള്ളം കളയാതെ ആ വെള്ളം കൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുതിർക്കാനിടുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ആയാലും കുഴപ്പമില്ല, അരച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ല നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉലുവയുടെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അരച്ച് നമുക്ക് കിട്ടണം. അപ്പോൾ അതേ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു 2 പ്രാവശ്യം എനിക്ക് തലയിൽ തേക്കാനുള്ളത് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാർവാഴയുടെ ഉള്ളിലെ നമ്മുടെ ആ ജെല്ലിന്, അതാണല്ലോ അതിൻ്റെ അതിന് നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡും കത്തി വെച്ച് അങ്ങ് കട്ട് ചെയ്തിട്ട് ആ മേളിലത്തെ ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇനി ഒരു സ്പൂൺ വെച്ച് അങ്ങ് കോരി അങ്ങ് ആളെങ്ങ് എടുക്കാം. നല്ല സുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ജെല്ലില്ലേ, അത് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പക്ഷേ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട്, ഇതിൽ വേറെ ഒന്നും അടങ്ങിയിട്ടില്ലല്ലോ, ഇത് ഡയറക്റ്റ് എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഇത് മിക്സ് ആക്കാനായിട്ട് എളുപ്പപ്പണിക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ടങ്ങ് അടിച്ചു. അപ്പോൾ ആൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എടുക്കുക. അതായത് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ തലോട്ടിയിലും കൊടുക്കണം, മുടിയിലും കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു 2 വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 3 കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് സെറ്റായിട്ട് വരണം. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടി ജോയിനായി നല്ല സെറ്റായിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. എന്നാലും ഇതൊന്ന് 3 കൂടി ഒന്ന് സിങ്ക് ആവുള്ളൂ. അതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പം നമ്മൾ തലോട്ടിൽ ഇത് തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിലും തലയിലും നിറയെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ മുരിങ്ങയില നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഹെയർ പാക്ക് ആയാലും നമ്മുടെ നോർമൽ നമ്മൾ കൈ വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് എഫക്റ്റ് ആവില്ല. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ബ്രഷാണ്. അപ്പോൾ ഇത് ഇച്ചുമണിയുടെ പഴയ ബ്രഷാണ് കേട്ടോ. അപ്പം നല്ലപോലെ തേച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കിഡ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഹാർഡായിട്ടുള്ളത് എടുക്കരുത്. ഇങ്ങനെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ നാരുള്ളത് വേണം എടുക്കണമെങ്കിൽ. എന്നിട്ട് നമ്മളിത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്ക് സൈഡിലോട്ടല്ല, കൂടുതൽ ഫ്രണ്ടിലാണ്, നെറ്റിയുടെ ഭാഗം, നമ്മുടെ ഇത് നമ്മുടെ നിറയ്ക്കില്ലേ ആ ഒരു ഏരിയയിലായിട്ടാണ് കൂടുതലായിട്ട് എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വകഞ്ഞെടുത്തതിന് ശേഷം ആ ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ഇതായി കൊടുക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതാണ്, നമ്മുടെ ഒരു മസാജ് പോലെയാണ് കേട്ടോ. നല്ല സുഖമാണ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും. ഇത് എല്ലാവിടെയും നമ്മൾ കൈ വെച്ചാക്കുമ്പോൾ എല്ലാവിടെയും അതിൻ്റെ ഉള്ളിലും ആ താരനും
ഒന്നും നമ്മുടെ കൈ വല്ലാണ്ട് അങ്ങ് ചെല്ലില്ല. ഇതാവുമ്പോൾ കറക്റ്റായിട്ട് താരനൊക്കെ അങ്ങ് ഇളക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ല ഒരു മസാജും കൂടിയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും, അതേപോലെ അങ്ങനെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലോണം ഉണ്ടായിക്കഴിഞ്ഞാൽ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. മുടി നല്ലോണം വളരാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇതാ നല്ലപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുന്ന പണിയാണ് കേട്ടോ ഇനി. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും, കാരണം നല്ല രസമാണ് ബ്രഷ് വെച്ചിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഹാർഡായി ബ്രഷ് എടുക്കരുത്, സോഫ്റ്റായി തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ തലയിൽ മൊത്തമാക്കി ബാക്കി ഉണ്ടായിരുന്നത് നമ്മുടെ മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് നല്ലപോലെ കെട്ടി അങ്ങ് വെക്കാം. ഒരു 20 മിനിറ്റ് ഇനി ഇതങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ കേട്ടോ. ആളങ്ങ് ശല്യപ്പെടുത്തൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് കാലത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ ഇതങ്ങ് പാക്ക് നമ്മുടെ തലയിലിടാം. ബാക്കി പണികളൊക്കെ ഒന്നൊതുക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പോയി നമുക്ക് കുളിച്ചാൽ നല്ല സെറ്റായിട്ട് അങ്ങ് കിട്ടും. അപ്പം ഇനി എന്തായാലും വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഹെയറൊക്കെ വാഷൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ ഉണങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. നമ്മൾ എന്തായാലും ലൈവ് റിസൾട്ട് അല്ലേ പറഞ്ഞത്, അപ്പോൾ ലൈവായിട്ടുള്ള റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് നോക്കാം. ഇവിടേക്കാണ് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം നമുക്കിതാ അങ്ങനെ ഒരു കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കാം. നോക്കിയേ, കണ്ട അവിടെ ഉണ്ടായ ഡാൻഡ്രഫൊക്കെ അങ്ങ് പോയി, താരനൊക്കെ അങ്ങ് പോയി, കണ്ട. അത് കാണുന്ന ഹെയറിൽ കാണുന്ന വൈറ്റ് കളറൊക്കെ ഇല്ലേ, അതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാക്കിൻ്റെയാണ് കേട്ടോ. അപ്പം ഞാൻ ഷാമ്പൂവിന് പകരം നമ്മുടെ ചെമ്പരത്തിയുടെ താളിപ്പൊടി ഇല്ലേ, അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയും കൂടി കാണും. അല്ലാതെ താരൻ തലോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കാണുമ്പോൾ അറിയാം ഒത്തിരി ഹെയർ ലോസ് ഉണ്ടല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ ഡാൻഡ്രഫ് വന്നപ്പോൾ ഞാൻ അത്ര കെയർ ചെയ്തില്ല. അപ്പോൾ ആളങ്ങോട്ട് വലുതായി നല്ല ഹെയർ ഫോളായി. അതിനുശേഷം ഞാൻ ഈ പാക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതാ താരം മാത്രമല്ല കേട്ടോ, മുടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അത് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയും അലോവേരയൊക്കെ അങ്ങനെ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട് തന്നെ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ മുരിങ്ങയുടെ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഓടി അവിടെ ചെല്ലാം 2-3 തണ്ട് ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വരാം. ഇനിയിപ്പോൾ അവിടുത്തെ ആൻറ്റി ചോദിക്കുകയാണ് ഇത് എന്തിനാണെന്ന് ചോദിക്കണമെങ്കിൽ പറഞ്ഞോ, നമ്മുടെ ചാനലിനെയും പറ്റി പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. അപ്പോൾ ഉലുവയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ചെയ്തു കൊടുക്കുക. അധികം പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താരൻ പോയിരിക്കും, ഗ്യാരണ്ടി കേട്ടോ, 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.